പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയ വയോധികനെ സെക്യൂരിറ്റി ജീവനക്കാരൻ മർദ്ദിച്ചതായി പരാതി. പുനലൂർ ചാലിയക്കര സ്വദേശി 61 വയസ്സുള്ള ബേബിക്കാണ് മർദ്ദനമേറ്റതായി ആരോപണമുയർന്നത്. നെറ്റിയുടെ ഭാഗത്ത് പരിക്കേറ്റ ഇയാളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ച ബേബിയെ ആശുപത്രി കവാടത്തിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ തടയുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ മുഖത്തടിക്കുകയും നിലത്ത് വീഴുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ടതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ അടുത്തടുത്ത് നിന്ന് സംസാരിക്കുന്നതായിട്ട് മറ്റേ പുള്ളിയുടെ കയ്യിൽ ചെറിയൊരു കല്ലും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. ഒറ്റ അടി അടിക്കുകയും ചെയ്ത് പുള്ളി ഒന്ന് തറയിൽ വീഴുകയും ചെയ്തു. നമുക്ക് ഒന്നും പറയാനോ ഒന്നും പിടിച്ചു മാറ്റാൻ പോലും നമുക്കുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ബ്ലഡ് കണ്ടപ്പോഴത്തേക്ക് സെക്യൂരിറ്റി ഇവിടെ എടുത്തുകൊണ്ട് ഇവിടെ അങ്ങ് കയറ്റി. ഞങ്ങൾ പുറകെ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി നമ്മളോട് കയറി ചൂടാവുക, നിങ്ങൾക്ക് എന്താ അധികാരം, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുക. സെക്യൂരിറ്റി ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. പുള്ളി നമ്മളെ ഭീഷണിപ്പെടുത്തുക, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡോക്ടറോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ആണ് ഞങ്ങൾ ഇവിടെ എല്ലാവരോടും കംപ്ലൈൻറ്റ് ചെയ്തിട്ടും ഒരു പ്രയോജനമില്ല. എല്ലാവരും പറയുന്ന പുള്ളി സ്ഥിരം മദ്യപാനിയ പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് പോലീസിന് വിളിച്ചു കൊടുക്കാം. പക്ഷേ ഈ സൈസ് ഒരു അടി, അത് ചെറിയ രീതിയിലും അല്ല, ചെവുക്കലിന് ആണ് അടി കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്നേരം ഇവര് വരട്ടിയതിനു ശേഷം എല്ലാരും പോയതാ. ഇവിടുത്തെ സെക്യൂരിറ്റി ആടെ ഒരു ബടി ഏതോ എടുത്തോണ്ട് വന്നാ എന്നെ അടിക്കുന്നത്. 2 പേര്. ഇവിടുത്തെ ഡോക്ടറെ കാണാൻ എനിക്ക് കണ്ണിന്റെ സ്ഥിരതകളുടെ സഹായത്തിനായി വന്നു. ആന്ന് പൈപ്പ് മാതിരിയുള്ള ഒരു വടിയുണ്ട് എന്നെ അടിക്കുന്നത്. എന്നാൽ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഇയാളെ പുറത്താക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തങ്ങളെ ആക്രമിച്ചപ്പോൾ തറയിൽ വീണതാണെന്നും സെക്യൂരിറ്റി ജീവനക്കാരും പറയുന്നു. സംഭവിച്ച് വെള്ളം അടിച്ചിട്ട് ഇവിടെ കയറി വന്ന് ഞാൻ പറഞ്ഞു പാനക്കത്തിൽ പറഞ്ഞ് പിടിച്ചതുപോലെ അവിടെ കൊണ്ടിരുത്തി നേരെ നിൽക്കാൻ വയ്യ. അയാൾ കല്ലെടുത്ത് തന്നെ അടിക്കാൻ ഞാൻ കൈ തടഞ്ഞു, അങ്ങേരെ അങ്ങ് വീണു. ഇത്രയേ ഉള്ളൂ സംഭവം. പരിക്കേറ്റ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ബേബിയുടെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരെ ആശുപത്രി ജീവനക്കാർ തടയാനും ശ്രമിച്ചു. മുൻപും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാർ ആശുപത്രിയിലെത്തുന്നവരെ മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് എത്തുന്ന പൊതുജനങ്ങളോട് ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ മോശമായി പെരുമാറുന്നത് പലപ്പോഴും തർക്കങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ചെവിവേദനയായിട്ട് ENT ഡോക്ടറെ കാണാൻ വന്നതാണ്. അവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് എടുത്തിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഈ പറയുന്ന സെക്യൂരിറ്റിയും ആ പ്രായ മനുഷ്യനും കൂടെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കവേ ഈ പ്രായമായ മനുഷ്യൻ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഒറ്റ അടി ഈ സെക്യൂരിറ്റി അടിച്ചത്. ഈ അടിയും കൊണ്ട് മോന്തടിച്ചാണ് ഈ പുള്ളിക്കാരൻ വീഴുന്നത്. വീണ് ഇവിടെ എല്ലാം അങ്ങ് ചോരയായി. അങ്ങനെ അവിടെ നിന്നവരെല്ലാം ഓടിക്കൂടിയിട്ട് നിങ്ങൾ എന്താണ് ഈ കാണിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഞാൻ അടിച്ചതെന്ന് പറഞ്ഞിട്ട് ബാക്കി 2-3 സെക്യൂരിറ്റി ജീവനക്കാരും കൂടെ വന്ന് ഈ പുള്ളിക്കാരനെ പൊക്കിയെടുത്ത് നേരെ ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടുപോയി. അപ്പോഴേ ഞങ്ങൾ വന്ന് അവിടുത്തെ ഡോക്ടറെ അടുത്ത് സിസ്റ്റർമാരുടെ അടുത്തെല്ലാം കംപ്ലയിൻറ്റ് ചെയ്ത് ഇങ്ങനെ സെക്യൂരിറ്റി അടിച്ചാണ് നിങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്, OP ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോഴത്തേക്ക് ഈ പുള്ളി ഒരു പ്രശ്നക്കാരനാണെന്നുള്ള രീതിയിൽ അങ്ങ് വരുത്തി തിരുത്തി ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഈ പുള്ളിക്കാരനെ അങ്ങ് ഒറ്റപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ സൂപ്രണ്ട് റൂമിലോട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. 2 പേരും അങ്ങോട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ഡ്യൂട്ടി ഡോക്ടറെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രായം പോലും നോക്കാതെ അത്രയും പ്രായമുള്ളൊരു മനുഷ്യനെ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ വ്യക്തിക്ക് നല്ല ഒരു ഇത്തിരി തണ്ടുന്നടിയൊക്കെ ഉള്ളൊരു പുള്ളിയാണ്. ആ പുള്ളി ഒരടി അടിച്ചു കൊടുത്തിട്ട് ചെന്ന് ഉച്ചയും കുത്തിയാണ് ഇവിടെ എല്ലാം പൊട്ടി വാരി അദ്ദേഹം അകത്ത് കിടക്കും. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.